ഇന്ന് നല്ലൊരു ചോക്ലേറ്റ് ബനാന കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കേക്കാണ് ഇട്ടത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 240 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2.5 ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുകയോ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ അരിച്ചെടുക്കണില്ല, ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അതിപ്പോൾ നല്ലോണം തന്നെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു കേക്കിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. നല്ലോണം പഴുത്തിട്ടുള്ള പഴം വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം മിക്സിയിലെ ചെറിയൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് അരച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പാലോ വെള്ളമോ ഒന്നും ചേർത്ത് കൊടുക്കരുത്. ഈ ഒരു പഴം മാത്രം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ഇപ്പോൾ അരച്ചെടുക്കണില്ല. ഈ ഒരു പഴം അരച്ചത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ആ ഒരു ടൈമിൽ മാത്രമാണ് കേട്ടോ അരയ്ക്കാനായിട്ട് പോകണത്. ഇപ്പോഴേ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കറുത്ത് പോകും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഈ ഒരു ബൗൾ എടുത്തതിന് ശേഷം ഇതിലോട്ടൊരു 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂൺ എടുത്തത് കാരണമാണ് കേട്ടോ 2 പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുക. ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമുക്കിതിന് വേണ്ടിയിട്ട് പൊടിച്ച പഞ്ചസാരയോ അതല്ലെങ്കിൽ പൊടിക്കാത്ത പഞ്ചസാരയോ എടുക്കട്ടെ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഒരു മുട്ടയുടെ മഞ്ഞ കളറൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു ക്രീം കളറായിട്ട് വരുന്നത് വരയ്ക്ക് വേണം കേട്ടോ ഇതൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാനായിട്ട്. എന്നാലാണ് കേക്ക് ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന സമയത്ത് മുട്ടയുടെ ആ ഒരു ബാഡ് സ്മെല്ലൊന്നും ഇല്ലാണ്ടിരിക്കുള്ളൂ. അതുപോലെ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരണമെങ്കിൽ ഇത് നല്ലോണം അങ്ങനെ ക്രീമി പരുവത്തിൽ ബീറ്റ് ചെയ്തിട്ട് കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കട്ടെ. ഇതിപ്പോൾ നല്ലോണം തന്നെ ഞാനിവിടെ ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. മുട്ടയുടെ മഞ്ഞ കളറൊക്കെ പോയിട്ട് നല്ലൊരു ക്രീം കളറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നല്ലൊരു ക്രീമി പരുവത്തിലാണ് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഞാനിവിടെ ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു 1/4 കപ്പോളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ട് പിന്നീട് വീണ്ടും 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെപ്പോഴാണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് കറക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം ഈ ഒരു ബീറ്റർ നമുക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഇതിലോട്ട് പഴം അരച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 5 മിനിറ്റ് മുന്നേ ഈ ഒരു പഴം അരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോഴേക്കും ഇത് നല്ലോണം തന്നെ കറുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് കേട്ടോ പറഞ്ഞത്. നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഡാർക്കായിട്ട് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മുട്ടയുടെ മിക്സിയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുന്ന ആ ഒരു സമയത്ത് മാത്രം ഇതൊന്ന് അരച്ചെടുത്താൽ മതി. പഴം അരച്ചത് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ആകെ ഇങ്ങനെ കട്ട പിടിച്ച പോലെ ആകും. കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഒരു കാര്യം, നമ്മൾ കേക്ക് ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് കേക്കിന് വേണ്ടിയിട്ട് എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ റൂം ടെമ്പറേച്ചറിലായിട്ടുള്ളത് വേണം എടുക്കാനായിട്ട്. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടൊന്നും എടുത്തിട്ടൊന്നും ഉപയോഗിക്കരുത്. അങ്ങനെ ആകുമ്പോൾ കേക്ക് ഒട്ടും ശരിയാകില്ല. അതുപോലെ തന്നെ കേക്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന പാത്രങ്ങളിൽ വെള്ളം നനവൊന്നും ഉണ്ടാവാനൊന്നും പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോഴും കേക്ക് ഒട്ടും ശരിയായി കിട്ടില്ല. മൈദയുടെ മിക്സ് എല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പതുക്കെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ചൂടുള്ള പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇളം ചൂടുള്ള പാൽ വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. നല്ല തിളച്ച പാലോ അതല്ലെങ്കിൽ നല്ല ചൂടുള്ള പാലൊന്നും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കരുത്. ചെറിയൊരു ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഡയറി മിൽക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ്, അതാണെങ്കിലും എടുക്കട്ടെ, ഏതായാലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ബേക്ക് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുക്കുന്ന ട്രേ ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം വേണം ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ ഈ ഒരു ബാറ്റർ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ബേക്ക് ചെയ്തിട്ട് എടുക്കാം.
പിന്നെ നമ്മൾ കേക്ക് ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ടുള്ള പാത്രമൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം കേട്ടോ. അതിന് ശേഷം ഇതൊന്ന് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്ന ഭാഗം എൻ്റെയൊക്കെ ഒന്ന് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് ഒരു 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു നട്ട്സൊക്കെ ഇതിൻ്റെ മുകളിലേക്കൊന്ന് വിതറി കൊടുക്കുക. അത് നിർബന്ധമല്ല, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കേക്ക് ഇതേ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തിട്ട് എടുക്കേണ്ട ആ ഒരു ടൈം 40 ടു ഒരു 45 മിനിറ്റോളമാണ് കേട്ടോ. ഓവനിലാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ടൈമിലൊക്കെ സെറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ദേ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കുക. നല്ലോണം ചൂടാറിന് ശേഷം ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. കേക്ക് ഇപ്പോൾ നല്ലോണം തന്നെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കുകയൊന്നും ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ മുട്ടയുടെ ആ ഒരു ബാഡ് സ്മെല്ല് വരും. ചൂടാറിന് ശേഷം വേണം അത് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കി അന്ന് കഴിക്കണക്കായും പിറ്റേ ദിവസമൊക്കെ കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റൊക്കെ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ ദേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെ ഇരിക്കണ കേക്ക് ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാകും. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, ഉപകാരമായിട്ടുണ്ട് എന്ന് കരുതുന്നു. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്